അതിനും വേണം ഒരു ഭാഗ്യം. ചിലപ്പോ ഒരു 2 minutes അല്ലെങ്കിൽ മാക്സിമം 5 minutes. അതിൽ ഡാൻസ് കളിച്ചോണം, ഇംപ്രൈസേഷൻ ചെയ്ത് അവര് നമ്മൾ പഠിക്കാതെ ബൈഹാർട്ട് ചെയ്ത് പോയി പഠിക്കുക, ഉണ്ടാക്കുക, കിട്ടുന്നത് ഉണ്ടാക്കുക അറിയോ അതൊക്കെ പ്ലാൻ ചെയ്ത് പോയാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് മാറും. അങ്ങനെയാണ്, ഒന്നും നമ്മുടെ കയ്യിലല്ല. എന്നിട്ടാണ് നമ്മൾ ആ ഇത് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ രസമാണ്, അതൊക്കെ ഭയങ്കര രസമാണ്, അത് ഫണ്ണാണ്. അതൊക്കെ ഉള്ളൊരു ടൈം പാസ് പറയുകയാണെങ്കിൽ ഇടി കിടന്നൂടെ മറ്റേ ഇത് നമ്മളെ കൊടി കുത്തല് നിങ്ങൾക്ക് കാണുമ്പോ ഭയങ്കര രസം. നമ്മൾ ആ സമയത്തുണ്ടല്ലോ അതിന്റെ മാർക്കൊന്നും കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഇതെല്ലാം അന്ന് പറ്റിയതാണ്. പക്ഷെ അന്ന് ആ അടി ഫുള്ള് കഴിഞ്ഞിട്ട് സാധാരണ നിലയിൽ ആ ടാസ്ക് കഴിഞ്ഞാൽ ഒരു വഴക്ക് ഇവിടെ വരേണ്ടതാണ്. പക്ഷെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഇവനെ ഇടിച്ചെങ്കിൽ ഞാൻ തന്നെ ഇവന് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. അത് വേറൊരു തരത്തിൽ അത് മാറി. രസം എടുത്ത് പറയുകയും ചെയ്തല്ലേ. നല്ല ഡ്യൂറേഷൻ ഉണ്ടായിരുന്നോ കാണിച്ചപ്പോ? എന്നെ നിങ്ങളൊക്കെ ഒരു കൈ കൊണ്ട് എടുത്ത് പകത്തിയൊക്കെ ഇടുന്ന ഉണ്ടായിരുന്നു. ഷാനവാസ് ഇങ്ങനെ അന്ന് എനിക്ക് മനസ്സിലായി ആരൊക്കെ ശക്തിയുണ്ട്, ആർക്കൊക്കെ ശക്തിയില്ല. പ്രത്യേക സ്വഭാവം. ചില സമയത്ത് ചിരിക്കും, ചില സമയത്ത് എക്സൈറ്റ്മെന്റ് കാണിക്കും. തോന്നണം. പുലി അപ്പ സ്ട്രാറ്റജി. ഞാൻ വന്ന അന്ന് മുതൽ അനീഷോട്ടായിരുന്നു ആദ്യത്തെ 3 ദിവസം. പക്ഷെ ഞാൻ പിന്നെ അത് മനസ്സിലാക്കി, പുള്ളിയുടെ ഒരു റൂട്ട് മനസ്സിലാക്കിയപ്പോ വിട്ട്. വെറുതെ നമ്മളെ എനർജി പോകും, ശക്തി പോകും. നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല. ആളാണെങ്കിൽ ആൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫുഡ് കഴിക്കായിരുന്നപ്പം അങ്ങോട്ട് പോകൂല അധികം. പുള്ളി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, പുള്ളി പറയുന്നത് നമ്മൾ അനുസരിച്ച്, പുള്ളി പറയുന്നത് ബിഗ് ബോസ് നടക്കും. പിന്നെ കൺഫ്യൂസിങ് അനുസരിക്കാണ്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ചു പറയുന്നത് ചെയ്യുന്നത്. ആ സ്റ്റേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേജ് ഉണ്ട്, മൈൻഡ് ആക്കാണ്ടിരിക്കുക. ആ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ മറ്റേ നട്ട് ബോൾട്ടിന്റെ ഒക്കെ ഒരു ടാസ്ക് കണ്ടില്ലേ? അതില് മൂപ്പര് 9 മണിക്കൂറോളം കിടന്നുറങ്ങി. നമ്മളാണ് ഗെയിം കളിച്ചത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു വന്നപ്പം ഞാൻ എന്റെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു കാര്യം തന്നെ 5-6 തവണ പറയും, എന്താ വെച്ചാൽ ക്യാമറ വരാനൊക്കെ ആയിട്ട്. ഞാൻ എന്നെ ഞാൻ ചോദിച്ചു മസ്താനി ഉണ്ടോ ബിഗ് ബോസിൽ? ഇല്ലേട്ടാ. ഞാൻ പക്ഷെ നിങ്ങൾക്ക് പോവേണ്ട ആണല്ലോ, നിങ്ങൾക്ക് കറക്റ്റ് പോകണ്ട. ഇല്ലാട്ടാ, ഇല്ല ഞാൻ ഇല്ല. എന്നെ എന്തിനാ വിളിക്കണേ? എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. മസ്താനി അടുത്ത് പറഞ്ഞു. ഞങ്ങളൊരു ഇന്റർവ്യൂ എടുത്തായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ. പുള്ളിന്റെ പടമൊക്കെ ഇറങ്ങി. മസ്താനി ഇന്റർവ്യൂ കൊടുത്തോ? ഇല്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ എടുക്കേ ഉള്ളു, കൊടുക്കൂല. പക്ഷെ ഇവിടെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ നമ്മുടെ? അത് ഇടക്കിടക്ക് ഇടുന്നുണ്ട് അവര്. ഉണ്ടല്ലേ? ഇവൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോയി, സംസാരിക്കാൻ പോയി. അത് അവള് പറഞ്ഞത് ഞാൻ അവളോട് അപ്പുറത്തെടുത്തു. ആ സമയത്ത് നീ അടക്കം എല്ലാരും അവിടെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഏത് സമയത്ത്? ഇവിടെ പറഞ്ഞ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു പീരീഡ് ഓഫ് ടൈം. കണ്ടില്ലേ? നീ പറഞ്ഞില്ലേ അവിടെ ഇരുന്നിട്ടാ പറഞ്ഞ ഞാൻ മൂലൊക്കെ നോക്കുമ്പോ എല്ലാരും ആളെ സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം. ഞാൻ അവിടെ കൂടെ നിൽക്കലൊന്നുമില്ല. അവിടെ നീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിന്നെ ഇല്ല, അതിനെ കുട്ടിയില്ല. ചേട്ടൻ പോങ്ങെന്ന് പറഞ്ഞു. എന്തിനാ? ക്യാപ്റ്റൻ മൊണ്ണകള് എന്ന് വിളിച്ച കൂട്ടത്തിൽ എല്ലാരും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാണിക്കുന്ന പലതുണ്ട്. 1 മണിക്കൂർ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ക്യാപ്റ്റൻ വിളിക്കുമ്പോ ക്യാപ്റ്റൻ പെട്ടെന്ന് ഞാൻ ക്യാപ്റ്റൻ എവിടെ, ക്യാപ്റ്റൻ വിളിക്കുമ്പോ ക്യാപ്റ്റൻ. അപ്പൊ ഇതിനെ ഞാൻ പോങ്ങാന്ന് വിളിക്കുമ്പോ എന്ത് വിളിക്കണം നിങ്ങൾ പറഞ്ഞു. അടുത്ത് ഞാൻ പറഞ്ഞു ഷാനവാസൊക്കെ ഞാൻ പോങ്ങാന്ന് വിളിക്കാൻ കാര്യം പറഞ്ഞില്ല. ഈ കാണുന്ന വീഡിയോ ഇതൊക്കെ അടുത്ത് പറഞ്ഞുതരാം. ഇവിടെ നോക്ക്. മറ്റോള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ, മറ്റോള് ക്രീം ഇട്ടിട്ടുണ്ടോ നോക്കി നടക്കലാണ് ഇവർക്ക് പണി. ഇവര് പറഞ്ഞത് ഇവിടെ ഒരു ബീട്രൂട്ട് കേസ് കൊണ്ടുവന്നു. ഇതിന്റെ അടി കടന്നു കണ്ട് അതില് അവള് പറഞ്ഞു, മറ്റോള് പറഞ്ഞു ഞാൻ ബീട്രൂട്ട് ഇട്ടിട്ട് പറഞ്ഞു. ഇവര് പറഞ്ഞു ബീട്രൂട്ട് അല്ല, ടിൻഡാണെന്ന് അതെന്തോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അപ്പൊ അവർ അല്ല ബീട്രൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷാനവാസിന് മാത്രം കാണിച്ചു, അന്ന് ഞാനാ ക്യാപ്റ്റൻ, ഷാനവാസിന് മാത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് ജിസേൽ ഇതിനകത്തോട്ട് വന്നു. ഇതിനകത്തോട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു, ജിസേലെ എവിടെ ബീട്രൂട്ട്? ജിസേൽ എന്താ പറഞ്ഞാരോ, ഷാനവാസ് പോയി കിടന്നുറങ്ങിക്കോളും. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞേക്ക്
അത് അല്ലല്ല നിക്ക, നിക്ക. ഞാനായിരുന്നെങ്കിൽ ഇവള് അല്ല. ഞാനായിരുന്നെങ്കിൽ ഈ ഇല്ലടി നീ അത് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ജിസേലിനെ കൊങ്ങക്ക് പിടിച്ചോണ്ട് ബീട്രൂട്ട് താടി എന്ന് പറയാൻ പറ്റും ഇല്ല അത് നമ്മൾ പറ്റില്ല. ഒന്ന് ഷൗട്ട് ചെയ്തിരുന്നെങ്കിലേ അവൾ ആ സ്പോട്ടിൽ എവിടെ പറയുമായിരുന്നു ഇല്ല പറയണില്ല. ഇല്ല വീട്ടിൽ ഇത് ലിപ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും ഹലോ പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ലിവിംഗ് റൂമിൽ വെച്ചിട്ട് അത് ഓക്കെ അത് ഞാൻ സമ്മതിക്കും അത് സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സംസാരിക്കും. മണ പിടിച്ചപ്പോ ബാക്കി എല്ലാവർക്കും ട്രിഗറായി എന്നിട്ട് അന്ന്